നമ്മുടെ സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 2,71,00,000 വോട്ടർമാർ വിധി എഴുതും. 80-ന് മുകളിൽ സീറ്റുകളൊക്കെ നേടി തുടർഭരണം ഉറപ്പാക്കാനാകുമെന്നാണ് ഇടതു ക്യാമ്പിന്റെ പ്രതീക്ഷ. 75 മുതൽ 90 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. അതേസമയം ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും ലഭ്യമാക്കാൻ NDA നീക്കം നടത്തുന്നുണ്ട്. പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് മുന്നണികൾ. EVM-കളുടെയൊക്കെ വിതരണം രാവിലെ 8 മണി മുതൽ തന്നെ ആരംഭിക്കും. നാളെ രാവിലെ 7 മണി മുതലാണ് വോട്ടെടുപ്പ്. നമുക്ക് സംസ്ഥാനത്തിന്റെ ഓരോ മേഖലയിലെയും വിശദാംശങ്ങൾ പരിശോധിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലബാർ മേഖലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ മണ്ഡലം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. മുൻപ് വിജയിക്കാനായ സീറ്റുകളിൽ എങ്ങനെയും ഭരണം പിടിക്കാനാണ് ഇത്തവണ UDF ലക്ഷ്യം വെക്കുന്നത്. ഇതോടെ മഞ്ചേശ്വരം, പേരാവൂർ, നാദാപുരം, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ മണ്ഡലങ്ങളിൽ ഇത്തവണ മത്സരം കനക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വടക്കൻ കേരളത്തിലെ സാഹചര്യങ്ങളിൽ നിന്നും തുടങ്ങുകയാണ് ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, അതിന്റെ വിലയിരുത്തലുകൾ. സരീഷ് PK നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പം വടക്കൻ കേരളത്തിൽ എന്താണ് ഒരു പൊതു സാഹചര്യം എന്നുള്ള വിവരങ്ങൾ വേണം. ഇപ്പം നമ്മൾ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിനാണ് സമാപനമായത്. അതായത് തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം തീരുന്ന ദിവസം പോലും വിവാദങ്ങൾ ഉണ്ടായി, ചർച്ചകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഡീൽ ആരോപണം തുടങ്ങി ഇന്നലത്തെ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രളയമുണ്ടായത് എങ്ങനെ എന്നതുവരെ നിരവധിയാന വിഷയങ്ങൾ ഇടം പിടിച്ച ഒരു പ്രചാരണ കാലയളവാണ്. ഇതിൽ വടക്കൻ കേരളത്തെക്കുറിച്ച് പറയാൻ നമുക്കറിയാം പോലെ ഇപ്പം ഈ കണ്ണൂരൊക്കെ CPM-ന്റെ കോട്ടയായ കണ്ണൂരിൽ പോലും പലരും മുന്നണികൾ മാറുന്നതും മറുകണ്ഠം ചാടുന്നതും ഒക്കെയും നമ്മൾ കണ്ടു. എന്താണ് വടക്കൻ കേരളത്തിലെ ഒരു പൊതു സാഹചര്യം തിരഞ്ഞെടുപ്പിന്റെ? സേതു, ഗുഡ് മോർണിംഗ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഒപ്പം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ മലപ്പുറം ഒഴികെയുള്ള ചില ജില്ലകളിൽ കൂടുതലായും CPIM-ന് പ്രത്യേകിച്ച് LDF-ന് സ്വാധീനമുള്ള മേഖലകളാണ് കൂടുതലായി ഉള്ളത്. ഇത്തവണയും ആ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് LDF ഇറങ്ങുന്നത്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് എടുത്ത് പരിശോധിച്ചാൽ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ അവിടെ 3-2 എന്ന രീതിയിലാണ്. 3 മണ്ഡലങ്ങളിൽ LDF-ഉം 2 മണ്ഡലങ്ങളിൽ UDF-ഉം. പക്ഷേ ഇത്തവണ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. പ്രത്യേകിച്ച് കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുക്കാനാകും എന്നുള്ളതാണ്. അവിടെ ഷാനവാസ് പാദൂരിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ, അല്ലെങ്കിൽ INL-ന്റെ സീറ്റാണ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂരിനെയാണ് മത്സരിപ്പിക്കുന്നത്. ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് അവർക്ക് മുന്നിലുള്ളത്. യഥാർത്ഥത്തിൽ 2 മണ്ഡലങ്ങളിലാണ് ശക്തമായ ത്രികോണ മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് മഞ്ചേശ്വരവും അതോടൊപ്പം തന്നെ കാസർഗോഡുമാണ്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ മത്സരിക്കുന്നു. AK മഷ്റഫാണ് അവിടെ നിലവിലെ MLA ആയ AK മഷ്റഫാണ് UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. അവിടെ ടൈറ്റ് ഫൈറ്റ് എന്ന രീതിയിൽ തന്നെയാണ്, നെക്ക് ടു നെക്ക് എന്ന രീതിയിലാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. അവിടെ BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഏതെങ്കിലും രീതിയിൽ അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. കാസർഗോഡേക്ക് എത്തിയാൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ മുസ്ലിം ലീഗ് നേരത്തെ കോൺഗ്രസിനോടൊപ്പം നിന്ന ആളാണ് ഷാനവാസ് പാദൂർ. അതിനുശേഷം മുന്നണി മാറുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി മുൻപ് വളരെ വലിയ രീതിയിൽ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ ഷാനവാസ് പാദൂരിന് ലഭിക്കും എന്നൊരു ആകാംക്ഷയിലാണ് LDF ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ലീഗിനുള്ളിൽ തന്നെ, മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കലക്ടർ മൈൻ ഹാജിയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നഗരസഭ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ LDF ഉള്ളത്. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറാൻ പോകുന്നത് ഏതൊക്കെ രീതിയിൽ വോട്ട് മാറും എന്നുള്ളതാണ്. കാരണം നേരത്തെ മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് തന്നെ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം പലരും അവിടെ രഹസ്യമായെങ്കിലും നടപ്പിലാക്കുന്നുണ്ട്. ഈ പരസ്യമായി പുറത്തു വന്നതിനപ്പുറത്തേക്ക് ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ജനാധിപത്യ മര്യാദകൾക്ക് ചേരുന്നതല്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ 12,000 വോട്ടുകൾക്കാണ് അവിടെ എന്നെ നെല്ലിക്കുന്ന് ജയിച്ചത്. ഇത്തവണ പക്ഷേ ഏതെങ്കിലും രീതിയിൽ വോട്ട് സ്പ്ലിറ്റ് ആയാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ BJP 1-ാം സ്ഥാനത്തേക്ക് കയറുമോ എന്നൊരു കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് തൃക്കരിപ്പൂർ മണ്ഡലമാണ്. തൃക്കരിപ്പൂരിൽ നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം മാറുന്നു, VPP മുസ്തഫ സ്ഥാനത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ
മറ്റൊരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ വരുന്നു. അവിടെ വലിയ മത്സരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്നത് ഘടകകക്ഷികൾക്കാണ്, കൂടുതൽ ജോസഫ് വിഭാഗത്തിനാണ് തൃക്കരിപ്പൂർ സീറ്റ് നൽകിയത്. പക്ഷേ സന്ദീപ് വാര്യർ എത്തിയതോടെ ചിത്രം മാറുകയാണ്. അവരുടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർക്ക് അക്രമം പോലും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അവിടെയും വലിയൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിലേക്ക് എത്തിയാൽ കണ്ണൂരിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് പേരാവൂർ മണ്ഡലത്തിലാണ്. നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിൽ അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ KK ശൈലജയും തമ്മിലുള്ള ഒരു പോരാട്ടം, അത് തന്നെയാണ് ഏറ്റവും വലിയ പോരാട്ടമായി കണ്ണൂർ ജില്ലയിൽ നാം കാണേണ്ടത്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനങ്ങൾ വരുന്നത് പയ്യന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിലാണ്. അവിടെ പയ്യന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും. ഇവർ രണ്ടുപേരും CPIM-ന്റെ രാഷ്ട്രീയത്തോട്, അതായത് അന്തർധാരകൾ നടക്കുന്നു, അതോടൊപ്പം തന്നെ ഫണ്ട് മുക്കുന്നു എന്നൊക്കെ ആരോപിച്ച് രംഗത്ത് വന്ന നേതാക്കളാണ്. അവർ UDF-ന്റെ സീറ്റിൽ മത്സരിക്കുന്നപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് എത്ര വോട്ട് സമാഹരിക്കാനാകും, ഏതെങ്കിലും രീതിയിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ CPIM-ന്റെ വോട്ടിൽ ഏതെങ്കിലും രീതിയിൽ അടിയൊഴുക്കുണ്ടാകുമോ എന്നൊക്കെ നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ അവിടെ LDF തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കാരണം പാർട്ടി ഗ്രാമങ്ങളാണ് രണ്ടും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം LDF-നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ നേരിയ വോട്ട് ശതമാനമെങ്കിലും കുറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും. പിന്നീട് കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട് സ്വാഭാവികമായും 11-2 എന്ന രീതിയിലാണ്. അവിടെ കൂടുതൽ സീറ്റുകൾ നാദാപുരം ഉൾപ്പെടെ പിടിച്ചെടുക്കാനാകും, കുറ്റ്യാടി ഉൾപ്പെടെ പിടിച്ചെടുക്കാനാകും എന്ന പ്രതീക്ഷയുണ്ട്. മലപ്പുറത്തേക്ക് കടന്നാൽ അവിടെ കൂടുതലും UDF-നോട് അനുകൂലിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള പാലക്കാട് അവിടെ ഏറ്റവും ശ്രദ്ധേയമാർഷിക്കുന്നത് പാലക്കാട് മണ്ഡലം തന്നെയാണ്. ശോഭാ സുരേന്ദ്രന് ജയിച്ചു കയറാനാകുമോ, ഇത്തവണയെങ്കിലും പാലക്കാട് നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് മണ്ഡലം പിടിക്കാനാകുമോ എന്ന ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും സരീഷ്. ഇപ്പൊ സരീഷ് പറഞ്ഞ പോലെ വടക്കൻ കേരളത്തിൽ ഇപ്പം നമ്മളൊരു ഭീകര പോരാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ കാസർഗോഡ്, അത് കഴിഞ്ഞ് തിരിച്ച് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, അതേപോലെ പാലക്കാട്, പിന്നെ മലപ്പുറം. സരീഷ് തന്നെ പറഞ്ഞ പോലെ അതൊരു UDF-ന്റെ കോട്ടയാണ്, ലീഗിന്റെ കോട്ടയാണ്. അവിടെ മറ്റെന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റില്ലല്ലേ. ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഘട്ടമാണ്. അത് കാത്തിരുന്ന് അറിയേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ വലിയൊരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. മറ്റ് 5 ഇടങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ ഒരു ടൈറ്റ് ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. ഇപ്പൊ